അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കുട്ടികളെ, മുത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഈ നബിദിനാഘോഷ വേളയിൽ നമുക്കിവിടെ അതിഥിയായി കിട്ടിയിട്ടുള്ളത് എല്ലാവർക്കും പ്രിയങ്കരനായ, നമുക്കേവർക്കും അഭിമാനിക്കാവുന്ന, ഈ മദ്രസയിൽ തന്നെ ഓത്തുപഠിച്ച മുഹമ്മദ് ഷാഫി കൊല്ലാണ്. ഏതാനും സമയത്തിനുള്ളിൽ ഷാഫി കൊല്ലം ഇവിടെ എത്തുന്നതാണ്. നമുക്കേവർക്കും സ്നേഹതരങ്ങളോടെ അദ്ദേഹത്തെ സ്വീകരിക്കാം. യാ നബിയേ യാ റസൂലേ യാ ഹബീബേ ആരാലും വാഴ്ത്തുന്ന മുത്ത് റസൂലിൻ്റെ ആ പുണ്യ സ്നേഹത്തിൻ ആഴം നാം അറിയണം. പലതുണ്ട് പറയാനായി തീരാത്ത ചരിതങ്ങൾ, അതിലൽപ്പം പറയാം ഞാൻ, അതവോടെ കേൾക്കേണം. ആരാലും വാഴ്ത്തുന്ന മുത്ത് റസൂലിൻ്റെ ആ പുണ്യ സ്നേഹത്തിൻ ആഴം നാം അറിയണം. പലതുണ്ട് പറയാനായി തീരാത്ത ചരിതങ്ങൾ, അതിലൽപ്പം പറയാം ഞാൻ, അതവോടെ കേൾക്കേണം. പറഞ്ഞു തുടങ്ങിയ കാലത്തെ മിഥ്യയായൊന്നും മൊഴിഞ്ഞില്ല പൂമുത്ത്. നിത്യവും നന്മയിൽ മാത്രം കഴിഞ്ഞവർ സത്യവാനെന്നുള്ള സ്ഥാനത്തിനർഹരായി. പാഠം പഠിക്കാതെ പാണ്ഡിത്യം നേടിയ പാരിൻ്റെ പരിപൂർണ അറിവാണ് നബിയോര്. ആരാലും വാഴ്ത്തുന്ന മുത്ത് റസൂലിൻ്റെ ആ പുണ്യ സ്നേഹത്തിൻ ആഴം നാം അറിയണം. ആദ്യം ഷഹാദത്ത് മൊഴിഞ്ഞുള്ള അബൂബക്കർ, അതിപ്രിയ സിദ്ദീഖെന്നോദിയ ഹുബ്ബാണ്. തലയറുക്കാൻ വന്ന ധീരൻ ഉമറിനെ തൗഹീദിൻ മാർഗത്തിൽ ചേർത്തുള്ള ഹക്കാണ്. ഉത്തമരായുള്ള ഉസ്മാനവരെയും പുലി പോലുള്ളലിയാരെയും പ്രിയതോഴരാക്കിയേ. ആരാലും വാഴ്ത്തുന്ന മുത്ത് റസൂലിൻ്റെ ആ പുണ്യ സ്നേഹത്തിൻ ആഴം നാം അറിയണം.
കെട്ടിപ്പിടിച്ചിട്ട് മുത്തി മണത്തുള്ള ഉക്കാശ നാളെ സുബർക്കത്തിലുണ്ടാകും. പുന്നാര നബിയോട് ഇഷ്ക് പെരുത്തപ്പോൾ തേടി നടന്ന ഉവൈസും ഇനി ജന്നത്തിൽ. അവരോട് കൂടെ ആ തിരുദേഹം കാണുവാൻ അതിയായ കൊതിയുണ്ട്. വിധിയേകയാ അല്ലാഹ് ആരാലും വാഴ്ത്തുന്ന മുത്ത് റസൂലിൻ്റെ ആ പുണ്യ സ്നേഹത്തിൻ ആഴം നാം അറിയണം. റസൂൽ